ഷബനാസ് കിച്ചൻ ഏതായാലും ഐറ്റംസ് കിട്ടി ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കും. എല്ലാവരും മനോരയിൽ ഒറ്റ ശീഘ്രം കാണുക. ഞാൻ നിൽക്കുന്ന ഇങ്ങനെ നിന്നൊരു കാര്യമില്ല. കുശലം. ഓക്കെ ഞാനിപ്പോ MK സിൽക്സിന് ഓപ്പോസിറ്റ് അൻവർക്കടെ ചായക്കടയിലാണ്. ഐ ഹാഡ് എൻ അമേസിംഗ് സ്ട്രോങ് കോഫി. ഉഗ്രനായിട്ടുണ്ട്. അത് പറയാം. പിന്നെ ബോട്ടിക്കിന്റെ പേരും കൂടി പറഞ്ഞോളൂ മേഡം. ഫേസ്ബുക്കിൽ വരും. ഞാൻ ചന്ദ്രനഗറിൽ ബുട്ടീക്ക് നടത്തുന്നു. ഹെബാർ സാങ്ങനീസ് ഞങ്ങളുടെ ഫാമിലി നെയിമില്. സാറിന്റെ വൈഫാണ് കേട്ടോ. സാറ് സ്റ്റാർ. ഡെയിലി വരും. MK സിൽക്സിന്റെ ഓപ്പോസിറ്റുള്ള ഷോപ്പാണ് അൻവർക്കാട് ഷോപ്പ്. എല്ലാവർക്കും അറിയായിരിക്കും. അന്നത്തെ ദിവസമാണെങ്കിൽ വളരെയധികം ടയേർഡുള്ളൊരു ദിവസമായിരുന്നു. നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ണിയപ്പമാണല്ലോ ചെയ്യുക. പിന്നെ ഇടയിൽ കൂടെ ആണല്ലോ എക്സ്ട്രാ ഓർഡറുകളൊക്കെ വരിക, ബിരിയാണിയൊക്കെ എഗ്സൊക്കെ. അപ്പോൾ പെട്ടെന്നൊരു ബിരിയാണിയുടെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ബിരിയാണിയുടെ ഓർഡർ കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ. പക്ഷേ ഭയങ്കര റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ പോകണത്. റിസ്ക് പറഞ്ഞാൽ ചൂടുള്ള ബിരിയാണി ബൈക്കിൽ വെച്ചിട്ട് സമയം 1:30 മണിയായി, 1:15. അപ്പം നല്ല ഞങ്ങൾ റിസ്ക് എടുത്തിട്ട് ആ ഓർഡർ കളയരുത് പറഞ്ഞു. നല്ല പ്രകൃതി രമണീയമായ കുറേ ടെൻഷൻ അടിച്ച് ചെയ്ത് ഉണ്ണിയപ്പം ഉണ്ടാക്കി ബിരിയാണി ഉണ്ടാക്കി ടെൻഷൻ അടിച്ച് പോകുമ്പോൾ നല്ല പ്രകൃതി രമണീയമായ ആസ്വദിച്ച് പോകണം. അവർ വിളിച്ചുകൊണ്ടിരിക്കട്ടെ, വിളിക്കട്ടെ അവർ. കാരണം നമുക്ക് അത്രയും ടെൻഷൻ ഉണ്ട്. കണ്ട എന്താ പാലക്കാടിൻ്റെ പ്രകൃതി രമണീയം. പാലക്കാട് കുട്ടനാടിൻ്റെ നെല്ലറ എന്നൊക്കെ പറഞ്ഞത് ടൗണിൽ ഇരുന്നിട്ട് ഇവിടെ വന്ന് കാണുമ്പോഴാണ് കേട്ടോ നെല്ലറൊക്കെ കാണുന്നത്. അങ്ങനെ വൈകിയപ്പോൾ നമുക്ക് കളക്ഷനൊക്കെ എടുത്തതിന് ശേഷം വീട്ടിൽ കയറാവാട്ട് രണ്ടാളും കൂടി ഇറങ്ങിയപ്പോഴാണ് രാജേഷ് സാറും ഫാമിലിയും കണ്ടത്. ബിരിയാണിയുടെ ഓർഡർ വന്ന് 8:30 മണിക്കായിരുന്നു. എന്നാൽ 12:30 അവർക്ക് കൊടുക്കും വേണം. അപ്പോൾ ഒരു 3 കിലോൻ്റെ അടുത്തുള്ളൂ ബിരിയാണി. അപ്പോൾ നമുക്ക് ബൈക്കിൽ കൊണ്ട് കൊടുക്കാട്ട് ഞങ്ങൾ ബൈക്കിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുകയാണ്. 12:30 കൊടുക്കും വേണം പറഞ്ഞു. പക്ഷേ 12:30 നമുക്ക് എന്തായാലും അവിടെ എത്തിക്കാൻ പറ്റില്ല, കുറച്ച് ദൂരമുണ്ട്. 12:30 ബിരിയാണി ആയി. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കൊടുത്ത് തിരിക്കുകയാണ്. തൃപ്തിയായി. അവർ കഴിച്ചു, ഹാപ്പിയായി. ലൈറ്റായി പോയാലും ലേറ്റസ്റ്റ് ആയിട്ട് കൃത്യമായിട്ട് ഭക്ഷണം സമയത്തിൻ്റെ ഉണ്ടോ ഇത് കാണില്ല. ടൗണിൽ കാണാൻ സാധനം വെള്ളക്കൊക്കുകൾ പാട്ട് പാടുന്ന വെച്ചാൽ കൊക്ക് പാലക്കാട്ടിലെ ഭംഗിയാണ്. കണ്ട ഹായ് ഫ്രണ്ട്സ്, സൺസെറ്റ്. പാട്ട് പാടും. ഇന്ന് ഞാൻ വ്ളോഗ് പോലെ എടുത്തെന്നുള്ളൂ. എൻ്റെ ചാനൽ ഫുഡിൻ്റെ ചാനലാണ്. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.